ഇവിടെ നല്ല അറ്റത്തേക്കും വേറെ ഞാൻ ഇറങ്ങിയിട്ട് വരാം. ബട്ടർഫ്ലൈസ് ഗൈസ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇത് താനേരിക്കൂറിൻ്റെ എൻട്രിയാണ്. നമ്മൾ വണ്ടി വെക്കാനായിട്ട് സെപ്പറേറ്റ് പാർക്കിംഗ് ഫീ ഉണ്ട്, എൻട്രി ഫീ സെപ്പറേറ്റ് ആണ് വരുന്നത്. എൻട്രി ഫീ ഏകദേശം ഒരാൾക്ക് 50 രൂപയും പിന്നെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ 10 രൂപ, പിന്നെ വണ്ടി വെക്കുന്നതിന് 10 രൂപ, അങ്ങനെയാണ് ചാർജ് ചെയ്യണത്. ഇവിടെ വരുന്നത് എത്ര പേരാണോ അവരുടെ പേരും ഡീറ്റെയിലും ഫോൺ നമ്പറൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. അതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വരുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ക്യാഷായിട്ട് തന്നെ കൊണ്ടുവരണം. എന്നാലും നമ്മൾ ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരാൾക്ക് പേ ചെയ്ത് കൊടുത്തിട്ടാണ് കാശ് മേടിച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ക്യാഷായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചെറിയ കൂൾ ബാറൊക്കെ ഉണ്ട് കണ്ടോ ഗൈസ്. ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ചായക്കടയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ പെരിയാർ നദിയാടോ. ഇംഗ്ലീഷൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പോവാനോ മുമ്പിൽ ഈ ഇലക്ട്രിക് കമ്പ് അവിടെ കെട്ടിക്കണണ്ട, അതാണ് വരുന്നില്ലാണ്ട കമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എറണാകുളത്തുള്ളവരാണെങ്കിൽ എറണാകുളം വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിലും ഒരു ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പെരുമ്പാവൂരാണ് ഈ സ്ഥലം വരുന്നത്. ഏർമാടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കയറാൻ പറ്റുമോ നമുക്കറിയില്ല, നോക്കാം. നമുക്ക് കയറാൻ പറ്റില്ല, മുള്ളു ഡേഞ്ചർ. ഒടിഞ്ഞു പോയിട്ടുണ്ട് മുള്ളു വെച്ചാണ്ട. അതിൽ കയറാൻ പറ്റില്ല. അത് ഏകദേശം ഒടിയാറായി ഒടിഞ്ഞിരിക്കുന്നതാണ് പകുതി. അതിൽ കയറരുതെന്ന് പറഞ്ഞാൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപകട സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു. നല്ല അപകട സാധ്യതയുള്ള സ്ഥലമാണ്. കാണുമ്പോൾ കുറച്ച് ഉള്ളവരെ തോന്നുമല്ലേ, കാണുമ്പോൾ ചെറിയൊരു കുഴവരെ തോന്നും, പക്ഷെ അപകട സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെള്ളത്തിലിറങ്ങി ചുഴിയിലകപ്പെട്ട് ഏകദേശം 90 പേരെടുത്ത് മരിച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഉദ്ദേശമുള്ളവർ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങുക. ഒഴുക്ക് അവിടെ പോയില്ലേ, വഴിയില്ലേ പോകാൻ പറ്റുമോ? സൈഡിൽ കൂടി ഒക്കെ പൊക്കോളാന്ന് പറഞ്ഞത്. നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് പോയി നോക്കാം. ഇതാണോ അങ്ങോട്ട് നോക്കിപ്പോ സൈഡിൽ കൂടെ പോകണം. ചിത്രങ്ങൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ആഹാ, നല്ല സൗണ്ട് ഉണ്ടല്ലേ, അടിപൊളി സൗണ്ട് വരുന്നുണ്ട്. അടിപൊളി. ഇവിടെ നിങ്ങടെ നടക്കാണ്ടെന്ന് പറഞ്ഞ നമ്മളോർത്ത് അവിടം വരെ ഉള്ളതെന്ന് വിചാരിച്ചല്ലേ. എന്തോരം ഉണ്ട്? ഇറങ്ങാൻ പറ്റില്ല അല്ലേ വെള്ളത്തിൽ? പറ്റുമോ? ആണോ? വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടെ ആളുണ്ടെന്ന്, ഗാർഡുണ്ട്, അവിടെ ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ. ആ അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സെറ്റപ്പ് സ്ഥലം. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ കപ്പിൾസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫാമിലീസൊക്കെ കുറവാണ്. വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് ഫാമിലീസ് അധികം വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നല്ല അറ്റത്തേക്കും വേറെ പേടി. ഇറങ്ങിയാലോ എന്നാ? ഞാൻ ഇറങ്ങിയിട്ട് വരാം. ഇറങ്ങണില്ല.
പലതരം ഭ്രാന്ത് കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതൊരു പ്രത്യേക തരം ഭ്രാന്താണ് ഗൈസ്. കിട്ടുമൊന്നുമില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ. കൂടെ ഇതിന് അതാണല്ലോ കെട്ടി വെച്ചേക്കണം. അങ്ങനെ എവിടം വരെ പോകാൻ പറ്റും? ആ കാണണം അല്ലേ, അവിടം വരെ പോകാല്ലേ. ഇവിടെ അങ്ങനെ 3 സ്ഥലത്ത് ഈ പാല വിട്ടിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകണം കേട്ടോ. ഈ പാല വിട്ടിട്ടാണ് അപ്പുറത്തേക്ക് പോകണം. ഈ പാലം അങ്ങോട്ട് ഇടുവല്ലേ, എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വൈകില്ല. ഇവിടെ വീട് ഇവിടെയാണോ വേണ്ട? ഇത് ആ കിടക്കണ തടിയില്ലേ, അവിടെ ഇടുന്ന തടിയില്ലേ, ആ തടി എടുത്തിട്ട് അവിടെ ഇടും, ആ സ്ഥലത്തിടും. ആ സ്ഥലത്തിട്ടിട്ട് നമുക്ക് ആ അറ്റം വരെ പോവാം. അപ്പോൾ അവിടെയാണ് ചുഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ ഇത്തിരി ഡേഞ്ചറാണെന്ന് പറഞ്ഞത്. ഇവരാരെങ്കിലും കൂടെ വരുമായിരുന്നു. മീൻ കുത്തണ്ടി, മീൻ കുത്തണ വാ. നീ നന്നായി വരൂട്ടാ. നോക്ക് കണ്ട 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 പാഞ്ഞു തന്നെ. നോക്ക് ദേ പൊത്തിക്കൊണ്ട് നോക്ക്.